ഇപ്പോൾ അവസാനിച്ച ആവേശകരമായ പോരാട്ടത്തിൽ കരുത്തരായ പഞ്ചാബ് കിങ്സിനെ തകർത്തുകൊണ്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ പ്ലേ ഓഫിലേക്കുള്ള തങ്ങളുടെ വരവറിയിക്കുകയാണ്. പഞ്ചാബ് ഉയർത്തിയ 158 റൺസ് വിജയലക്ഷ്യം കോഹ്ലിയുടെയും ദേവദത്ത് പടിക്കലിന്റെയും ഹാഫ് സെഞ്ചുറികളുടെ കാര്യത്തിൽ RCB മറികടന്നപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഈ മത്സരത്തിന്റെ സമഗ്രമായ ഒരു ചിത്രമാണ് പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപേ ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. ഏറ്റവും ക്വാളിറ്റിയോട് കൂടിയ ഒരു ബോളിംഗ് പെർഫോമൻസ് തന്നെയാണ് ഇന്ന് RCB കാഴ്ചവെച്ചത്. ഭുവനേശ്വർ കുമാറും കൃണാൽ പാണ്ഡ്യയും സുയാഷ് ശർമ്മയും തങ്ങൾക്ക് കിട്ടിയ 4 ഓവറുകളും ഭംഗിയായി തന്നെ എക്കോണമിയിൽ പന്തെറിഞ്ഞത് തന്നെയാണ് പഞ്ചാബിന്റെ ടോട്ടൽ 160-നുള്ളിൽ ഒതുക്കാൻ ഇന്ന് കാരണമായി മാറിയത്. പ്രത്യേകിച്ച് ഭുവിയുടെ ഡെത്ത് ഓവർ ബോളിംഗിന്റെ കരുത്ത് തീർച്ചയായിട്ടും കണ്ടൊരു മത്സരമായി കൂടിയാണ് ഇന്നത്തെ മത്സരം മാറിയത്. ശ്രേയസ് അയ്യരും നേഹൽ വധേരയും മാർക്കസ് സ്റ്റോയിനിസും പഞ്ചാബ് നിരയിൽ നിരാശപ്പെടുത്തിയപ്പോൾ ജോഷ് ഇഗ്ലസിന്റെയും ശശാങ്ക് സിംഗിന്റെയും മാർക്കോ ജെൻസന്റെയും ഇന്നിംഗ്സുകളാണ് ഭേദപ്പെട്ട ഒരു സ്കോറിന് പഞ്ചാബിന് സമ്മാനിച്ചത്. മറുപടി ബാറ്റിംഗിൽ ആദ്യം തന്നെ ഫിൽ സോൾട്ടിനെ RCBക്ക് നഷ്ടമായെങ്കിലും വിരാട് കോഹ്ലിയും ദേവദത്ത് പടിക്കലും ചേർന്ന് ടീമിന് ആവശ്യമുള്ള സമയത്ത് ആ ഒരു പാർട്ണർഷിപ്പ് തന്നെയാണ് ഇന്ന് ബിൽഡ് ചെയ്ത് കളിച്ചത്. പടിക്കലിനെ മുൻനിർത്തി മികച്ച സപ്പോർട്ടോടുകൂടി കോഹ്ലിയും ബാറ്റിംഗിനായി നിന്നപ്പോൾ RCB വിജയലക്ഷ്യത്തിലേക്ക് അനായാസം അടുക്കുകയായിരുന്നു. 35 പന്തിൽ 5 4-ഉം 4 6-ഉം സഹിതം 61 റൺസ് നേടിയ ദേവദത്ത് പടിക്കലിന്റെ വിക്കറ്റ് 109-ൽ നഷ്ടമായെങ്കിലും ടീം ഏറെക്കുറെ വിജയമുറപ്പിച്ച സാഹചര്യത്തിലായിരുന്നു. 16-ാം ഓവറിന് ശേഷം ബാറ്റിംഗിന്റെ ഗിയർ കോഹ്ലി മാറ്റിയപ്പോൾ ടൂർണമെന്റിലെ 5ാം വിജയമാണ് ഇപ്പോൾ RCB സ്വന്തമാക്കിയിരിക്കുന്നത്. ജയത്തോടുകൂടി പ്ലേ ഓഫിന്റെ മത്സരത്തിൽ തങ്ങൾ മുൻപന്തിയിലുണ്ടെന്നുള്ള സൂചന തന്നെയാണ് ഇവിടെ RCB നൽകുന്നത്. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.